ബഹുമാന്യനായ ശിഹാബ് തങ്ങളുടെ പേരുള്ള ദുആയും അതുപോലെ നമുക്കറിയാം വയനാട്ടിൽ നമ്മളൊക്കെ ഇങ്ങനെ അധിവസിക്കുന്നത് പോലെ വളരെ എല്ലാ ആഘോഷങ്ങളും കല്യാണങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കൊണ്ടിരിക്കുന്നതിനിടയിൽ 2 ദിവസം മുമ്പ് കിടന്നുറങ്ങിയവർ ഒരു വലിയ ദുരന്തത്തിനിടയായി നാമാവിശേഷമായി ഇപ്പോഴും ഒരുപടി മയ്യത്തുകൾ, ഡെഡ് ബോഡികൾ എല്ലാ തെരച്ചിലും നടത്തിയിട്ട് കിട്ടാത്ത ഒരു വല്ലാത്ത ഒരു അന്തരീക്ഷത്തിലാണ് ഈ പരിപാടി നടക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ മൺമറഞ്ഞ ആളുകൾക്ക് വേണ്ടിയുള്ള ദുആയും അതുപോലെ അവിടെ രക്ഷപ്പെട്ട് കിടക്കുന്ന സ്വന്തം ഉമ്മയെ നഷ്ടപ്പെട്ട, അമ്മയെ നഷ്ടപ്പെട്ട, സ്വന്തം ആങ്ങളമാരെ നഷ്ടപ്പെട്ട, സ്വന്തം ഭർത്താവിനെ നഷ്ടപ്പെട്ട, ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒട്ടനവധി ആളുകളാണ് ഒരുപാട് ക്യാമ്പുകളിൽ കഴിയുന്നത്. അത്തരം ആളുകൾക്ക് വേണ്ടിയുള്ള ദുആയാണ് ആദ്യത്തെ ചടങ്ങ്. ഈ ദുആക്ക് നേതൃത്വം നൽകുന്നത് നമ്മുടെ കടമേരി മഹല്ല് ജമായത്തിന്റെ ഖാദിയും കടമേരി റഹ്മാനിയ അറബി കോളേജിന്റെ സെക്രട്ടറിയും നമ്മുടെയൊക്കെ പ്രിയങ്കരനും ബഹുമാന്യനുമായ ഉസ്താദ് ചിറക്കൽ ഹമീദ് മുസ്ലിയാർ അവറുകളാണ്. അദ്ദേഹത്തെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി الذي خلق الموت والحياة ليبلونا أينا أحسن عملا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك أعلى الدرجات وتبلغنا بها قصر الغايات من جميع الخيرات في الحياة وبعد الممات. أوصل اللهم ثواب ما قرأنا وما صلينا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم وإلى حضرات أرواح جميع الأنبياء والمرسلين والصحابة والتابعين وتابع التابعين وجميع الأولياء والعلماء والشهداء والصديقين والصالحين وإلى حضرات أرواح جميع من ماتوا من أهل هذه المحلة وإلى حضرات أرواح جميع من ماتوا في تلك المصيبة في بنان وغيرها وإلى حضرة روح من كان رئيسنا وقائدنا السيد محمد علي ശിഹാബ് തങ്ങൾ قدس الله سره العزيز. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ 15ാം ആണ്ടനുസ്മരണ സമ്മേളനവും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെടുകയും അതേപോലെ തന്നെ ജീവഹാനി സംഭവിക്കാതെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടിയുള്ള ദുആ മജ്ലിസും കാമിശ്ശേരി യൂണിറ്റ് MSF കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഭകൾക്കുള്ള ആദര സംഘവുമാണ് ഈ വേദിയിൽ നടക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ബഹുമാന്യരായ നേതാക്കളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് സമയം വളരെ പരിമിതമാണ്. പ്രിയപ്പെട്ട തങ്ങളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, പാണക്കാട്ടെ മഹത്വം അറിയണമെങ്കിൽ അവിടുന്ന് പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ മാത്രമേ പലപ്പോഴും നമുക്ക് പാണക്കാടിന്റെ മഹത്വം അറിയാൻ സാധിക്കുന്നത്. മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ വിയോഗശേഷമാണ് പലരും തന്നെ അദ്ദേഹത്തെ കുറിച്ചുള്ള നന്മ വാക്കുകൾ നമ്മുടെ എതിർക്കുന്നവർ പോലും പാണക്കാട് തങ്ങൾ അന്ന് പറഞ്ഞില്ലായിരുന്നു എങ്കിൽ എന്ന് പിന്നീട് പറയപ്പെടുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത്. പ്രിയപ്പെട്ട മർഹൂം ഹൈദർ അലി ശിഹാബ് തങ്ങൾ മരണപ്പെട്ടപ്പോഴും നമ്മൾ കണ്ടത് അതേ അവസ്ഥ തന്നെയാണ്. ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബത്തിന്റെ മഹത്വം നമ്മളെപ്പോഴും പൂർണ്ണമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കപ്പെട്ടിട്ടില്ല.
അതുകൊണ്ട് തന്നെയാണ് ഇത്തരം സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട നേതാക്കന്മാർ തങ്ങളെക്കുറിച്ച് ഒരുപാട് പ്രതിപാദിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രിയപ്പെട്ട തങ്ങള് വെറും കേരളക്കരക്കോ അല്ലെങ്കിൽ ഇന്ത്യക്കോ മാത്രം സ്നേഹിക്കുന്നതല്ല, ഇന്ത്യക്ക് പുറത്തും നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കല് ഗൾഫ് രാജ്യത്ത് തങ്ങൾക്ക് വേണ്ടിയുള്ള ഫോട്ടോ പ്രദർശനം ചന്ദ്രികയുടെ നേതൃത്വത്തിൽ നടന്നപ്പോ തങ്ങളുടെ ഉറ്റ സുഹൃത്തായിരുന്ന അബ്ദുൽ കരീം ഗൂരി എന്നുള്ള അറബി പൗരൻ അദ്ദേഹത്തിന്റെ ഫോട്ടോ പ്രദർശനം കണ്ടുകൊണ്ടിരിക്കുമ്പോ സന്തോഷത്തോടുകൂടി ഫോട്ടോ കണ്ട് എന്റെ ഷിഹാബ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫോട്ടോ പ്രദർശനം കണ്ട് പ്രിയപ്പെട്ട തങ്ങളുടെ വിയോഗത്തിന്റെ വാർത്തയുള്ള തങ്ങളുടെ ബോഡി മയ്യത്ത് കിടത്തിയിട്ടുള്ള ആ ഫോട്ടോ കണ്ടപ്പോ പ്രിയപ്പെട്ട അബ്ദുൽ കരീം ഗൂരി എന്ന ആ അറബി പൗരൻ മോഹാലസ്യപ്പെട്ട് വീഴുന്ന കാഴ്ചയാണ് കണ്ടത്. അത്രയധികം തങ്ങളെ അല്ലെങ്കിൽ ആ പാണക്കാട് കുടുംബത്തെ സ്നേഹിക്കുന്ന മുഹബ്ബീങ്ങള് കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ തങ്ങൾ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ കഴിവുറ്റ രാഷ്ട്രീയക്കാരൻ, മതപണ്ഡിതനാണെങ്കിൽ ലക്ഷണമൊത്ത മതപണ്ഡിതൻ, അതല്ല ഒരു സാഹിത്യകാരനാണെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് പദത്തിലേക്ക് തങ്ങൾ എത്തിയില്ലായിരുന്നെങ്കിൽ മുഴുവൻ സമയം അദ്ദേഹം കലാസാംസ്കാരിക മേഖലയിലാണെങ്കിൽ ഏറ്റവും അറിയപ്പെടുന്ന എഴുത്തുകാരനായി തങ്ങൾ മാറുമായിരുന്നു. അതുമാത്രമല്ല, ഗസലുകളെ സ്നേഹിക്കുന്ന, സൂഫി സംഗീതത്തെ വളരെയധികം ആസ്വദിക്കുന്ന പ്രിയപ്പെട്ട തങ്ങള്. അങ്ങനെ തങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ മേഖലകളിലും സസ്യങ്ങളെയും ജീവജാലങ്ങളെയും സ്നേഹിക്കുന്ന തങ്ങള്. അതുമാത്രമല്ല, പാണക്കാടിന്റെ മഹത്വം എന്ന് പറയുന്നത് ഒരാളെ കേൾക്കാൻ പറ്റുക എന്നുള്ളത്, ഒരാളെ കേൾക്കാൻ സമയം കൊടുക്കുക എന്നത് പലപ്പോഴും നമുക്ക് കാണാതെ പോകുന്നത്. നമ്മൾ കേൾക്കാൻ നമുക്ക് സമയം ഉണ്ടാവാറില്ല, ആരെയും കേൾക്കാനോ ശ്രദ്ധിക്കാനോ സമയം ഉണ്ടാവാറില്ല. പക്ഷെ പാണക്കാട് എല്ലാ തങ്ങന്മാരും എല്ലാ ചൊവ്വാഴ്ചകളും എല്ലാ തിരക്കുകളും മാറ്റി നിർത്തിക്കൊണ്ട് കേരളത്തിന്റെ മുഴുവൻ എല്ലാ ദിക്കുകളിൽ നിന്ന് വരുന്ന ആളുകളെ കേൾക്കാനും അവിടത്തിന് സ്വാതന്ത്ര്യം നൽകാനും ആ കുടുംബം തയ്യാറായി വരികയാണ്. അതിങ്ങനെ തലമുറകളായി കൈമാറിക്കൊണ്ട് ഇന്ന് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും അദ്ദേഹത്തിന്റെ അനുജന്മാരും ആ കുടുംബവും ഇങ്ങനെ നമുക്ക് ഐശ്വര്യം പകർന്നുകൊണ്ടിരിക്കുകയാണ്. നാഥൻ ആ ഒരു പരമ്പരയെ നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു അവസരത്തിൽ കൂടുതൽ ഒന്നും സംസാരിക്കുന്നില്ല. എന്നിൽ അർപ്പിതമായ കർത്തവ്യം ഈ ചടങ്ങിന് സ്വാഗതം അരുളുക എന്നുള്ളതാണ്. മഹത്തായ ഈ സമ്മേളനം, ഈ സംഗമം, പ്രാർത്ഥനാ സംഗമം അല്ലെങ്കിൽ അനുസ്മരണ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ നമ്മുടെ പ്രിയങ്കരനായ ഉമ്മർ പാണ്ഡികശാല അവറുകളാണ്. അദ്ദേഹത്തെ സർവ്വ ആദരവോടും കൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തിക്കൊണ്ട് സംസാരിക്കുന്നത് പാണക്കാട് ഖാദി ഫൗണ്ടേഷന്റെ സംസ്ഥാന ഉപാധ്യക്ഷനും SYSന്റെ സംസ്ഥാന സെക്രട്ടറിയുമായ ഉസ്താദ് നാസർ ഫൈസി കൂടത്തായി അവറുകളാണ്. അദ്ദേഹത്തെയും ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന കോഴിക്കോട് ജില്ലാ മുസ്ലിം ലീഗിന്റെ ഉപാധ്യക്ഷൻ പ്രിയപ്പെട്ട SP കുഞ്ഞമ്മദ് അവറുകളെ സർവ്വ ആദരവോടും കൂടി തന്നെ സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഈ പരിപാടിയിൽ നമ്മുടെ ശിഹാബ് തങ്ങൾ റിലീഫ് സെന്റർ KMCCയുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്നു വരുന്ന 10 വർഷക്കാലമായി 2014 ഉദ്ഘാടനം ചെയ്യപ്പെട്ട് 10 വർഷം പൂർത്തിയാകുന്ന ശിഹാബ് തങ്ങൾ റിലീഫ് സെന്ററിന്റെ വരുംകാല പ്രവർത്തനങ്ങളെ കുറിച്ച് ഇവിടെ പദ്ധതി വിശദീകരിച്ച് സംസാരിക്കുന്നത് ദുബായ് KMCCയുടെ പ്രസിഡന്റും ശിഹാബ് തങ്ങൾ റിലീഫ് സെന്ററിന്റെ ചെയർമാനുമായ പ്രിയപ്പെട്ട ഇബ്രാഹിം മുറിച്ചാണ്ടി അവറുകളാണ്. അദ്ദേഹത്തെയും സർവ്വ ആദരവോടും കൂടി തന്നെ സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നത് ശിഹാബ് തങ്ങൾ റിലീഫ് സെന്ററിന്റെ ജനറൽ കൺവീനറും ഈ പരിപാടിയുടെ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനുമായ ഹാരിസ് മുറിച്ചാണ്ടി അവറുകളാണ്. അദ്ദേഹത്തെയും സർവ്വ ആദരവോടും കൂടി തന്നെ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന ആയഞ്ചേരി പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ഇൻചാർജ് മുഹമ്മദ് മേച്ചേരി, ഗ്രാമപഞ്ചായത്ത് മെമ്പർ പ്രിയപ്പെട്ട സുരേന്ദ്രൻ, വനിതാ ലീഗിന്റെ ആയഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ആസ്യ ടീച്ചർ, നമുക്ക്
ശിഹാബ് തങ്ങൾ റിലീഫ് സെന്ററിന്റെ എല്ലാ പ്രവർത്തനത്തിനോടും നമ്മോടൊപ്പം സഹകരിക്കുന്ന, ഏത് സമയത്തും നമ്മൾ വിളിച്ചാൽ വെളിപ്പുറത്ത് എത്തിച്ചേരുന്ന ശിഹാബ് തങ്ങൾ റിലീഫ് സെന്ററിന്റെ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കാളിയാകുന്ന ഡോക്ടർ ഇസ്മായിൽ കുരുട്ടി, ഇസ്മായിൽ ഉരുട്ടിൻ ഇവിടെ അദ്ദേഹത്തെയും ആദരവോടെ തന്നെ സ്വാഗതം ചെയ്യുകയാണ്. ശാഖ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ഇസ്മായിൽ നെല്ലോളിക്കണ്ടി, ട്രഷറർ അന്ത്രുഹാജി കുഞ്ഞിക്കണ്ടി, പ്രിയപ്പെട്ട കരുവാങ്കണ്ടി ഹമീദ് മാസ്റ്റർ, കായക്കണ്ടി ഹമീദ് മാസ്റ്റർ, പുളിയമ്പേട്ട് ജുമാ മസ്ജിദ് ഇമാം, അതോടൊപ്പം തന്നെ ശാഖ യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് നൗഷാദ് ചന്ദൻകണ്ടി, ജനറൽ സെക്രട്ടറി ഷർമിദ്, ശാഖ MSFന്റെ പ്രസിഡന്റ് സെയ്ദ് മുഹമ്മദ്, ജനറൽ സെക്രട്ടറി അൻവർ, ശാഖ വനിതാ ലീഗിന്റെ പ്രസിഡന്റ് റംല ടീച്ചർ, ജനറൽ സെക്രട്ടറി റാബിയ ഹമീദ് തുടങ്ങി ഇവിടെ എത്തിച്ചേർന്ന വേദിയിലും സദസ്സിലുമുള്ള മുഴുവൻ നാട്ടുകാരെയും സഹോദരന്മാരെയും അതോടൊപ്പം തന്നെ ഇന്നിവിടെ ആദരം ഏറ്റുവാങ്ങാൻ പോകുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെയും സർവ്വ ആദരവോടും കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷപദം അലങ്കരിക്കാൻ വേണ്ടി ബഹുമാന്യനായ ഹാരിസ് മുറിച്ചാണ്ടിയോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാന്യനായ സംസ്ഥാന മുസ്ലിം ലീഗിന്റെ ഉപാധ്യക്ഷൻ ഉമ്മർ പാണ്ടിക്കലശാല സാഹിബ്, സുന്നി യുവജന സംഘത്തിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ നാസർ ഫൈസി കൂടത്തായി, മറ്റ് വേദിയിലിരിക്കുന്ന നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥികളെ, നമ്മളിന്ന് ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത് മഹാനായ പണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ 15ാമത് ആണ്ട് അനുസ്മരണവുമായി ബന്ധപ്പെട്ടാണ്. നമ്മളീ പരിപാടി 2 ആഴ്ച മുമ്പ് തീരുമാനിക്കുമ്പോൾ വളരെ വിപുലമായി തന്നെ ഈ പരിപാടി നടത്തണമെന്ന് നമുക്കുണ്ടായിരുന്നു. പക്ഷേ അതിനിടക്കാണ് നമ്മളേറെയും ഏവരെയും ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് വയനാടിൽ ഉരുൾപൊട്ടലിൽ ഏകദേശം 400-ലേറെ ആളുകൾ മരിക്കുകയും അതിലേറെ ആളുകൾക്ക് പ്രയാസങ്ങൾ അനുഭവിക്കുകയും വേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. ഞാൻ വയനാട്ടിൽ ഉരുൾപൊട്ടിയതിൻ്റെ പിറ്റേന്ന് തന്നെ എനിക്കവിടെ പോകാൻ സാധിച്ചു. അവിടെ കണ്ട കാഴ്ചകൾ നമ്മൾ മീഡിയയിൽ കണ്ടതിനേക്കാട്ടും കേട്ടതിനേക്കാട്ടും ഒരുപാട് ഭയാനകമാണ്. നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്, ശരീരം ഇങ്ങനെ ഒലിച്ചു വരുമ്പോൾ ആ ശരീരം വേരിനുള്ളിൽ കുടുങ്ങി കാലും കൈയും വേർപെട്ടു പോകുന്ന അത്തരം ദയനീയ കാഴ്ചയാണ് അവിടുന്ന് നമുക്ക് കാണാനും കേൾക്കാനും സാധിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിൽ പ്രയാസപ്പെടുന്ന, ദുരിതമനുഭവിക്കുന്ന എല്ലാവരെയും നമുക്ക് സഹായിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് നാളെ മുതൽ മുസ്ലിം ലീഗ് പഞ്ചായത്തിൻ്റെ എല്ലാ ശാഖകളിലും ഇറങ്ങുകയാണ്. ആ പരിപാടി കൂടി നിങ്ങൾ വിജയിപ്പിക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കൂടുതൽ കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല. ഈ പരിപാടിയുടെ മുഖ്യ പ്രഭാഷണത്തിന് ഇവിടെ എത്തിയിട്ടുള്ളത് നാസർ ഫൈസി കൂടത്തായിയാണ്. ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന വളരെ തിരക്കുള്ള ഈ ആനുകാലിക സാഹചര്യത്തിൽ ഏറെ തിരക്കുള്ള ഒരു മഹാനേതാവാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് തിരക്കുകൾക്കിടയിലും എത്തിച്ചേരാമെന്ന് ഏറ്റ ബഹുമാനപ്പെട്ട ഉസ്താദിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പലവട്ടം ഈ ഇവിടെ ഇബ്രാഹിം റിച്ചാണ്ടിൻ്റെ വീട്ടിൽ തന്നെ ബഹുമാനപ്പെട്ട ഉമ്മർ പാണ്ടികശാല വന്നിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മുടെ ആയഞ്ചേരിയിലേക്ക് വരിക എന്നുള്ളത് മഹാനായ ഉമ്മർ പാണ്ടികശാല സാഹിബിന് ഒരു വളരെ സന്തോഷമുള്ള കാര്യമാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു, നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മാന്യനായ ശിഹാബ് തങ്ങളുടെ ഓർമ്മകളിലാണ് ഈ സദസ്സ്. സർവശക്തനായ നാഥൻ
തങ്ങളവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവരോടൊപ്പം സ്വർഗത്തിൽ കഴിയാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും കിട്ടട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. തങ്ങളെ ഓർക്കുന്ന ഈ സമയം നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ മലബാറിൽ വളരെ പ്രയാസമേറിയ ഒരു സന്ദർഭമാണ്. പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രയാസങ്ങളുണ്ടാകുമ്പോൾ, ദുരന്തങ്ങളുണ്ടാകുമ്പോൾ ഓടിച്ചെല്ലാനുണ്ടായിരുന്ന കേന്ദ്രമായിരുന്നു പാണക്കാട്. ശിഹാബ് തങ്ങൾ അവിടെ ഉണ്ടായിരുന്ന കാലത്തും ഇതുപോലുള്ള ഘട്ടങ്ങളെ തരണം ചെയ്യാൻ വേണ്ടി ആളുകൾ പാഞ്ഞെത്തിയ അദ്ദേഹത്തിൻ്റെ സന്നിധാനത്തിലായി. വിഷമങ്ങളെ മറികടക്കുക, പ്രയാസങ്ങളെ അതിജീവിക്കുക, ദുരന്തങ്ങളെ നേരിടുക എന്നതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിധിവിലക്കുകൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ സമീപിക്കുന്ന ഒരു രീതിയാണ്. ആ രീതിയിൽ തങ്ങൾ നൽകുന്ന ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ, തങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ചെയ്തു തരുന്ന സഹായങ്ങളൊക്കെ വളരെയേറെ പ്രയോജനപ്പെടുകയും അതിൻ്റെ ഗുണം നമ്മുടെ സമൂഹം അനുഭവിക്കുകയും ചെയ്തതാണ്. ആ തറവാടിന് ഇന്നും അതിൻ്റേതായ യശസ്സ് നിലനിൽക്കുകയാണ്. എത്രയോ തലമുറകളിലൂടെ താവഴിയായി വന്ന് ഇപ്പോൾ എത്തി നിൽക്കുന്ന സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ സാന്നിധ്യവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ദുരന്തകാലത്ത് വലിയ ആശ്വാസമായി മാറുകയാണ്. ഇപ്പോൾ നമ്മുടെ അടുത്ത പ്രദേശമാണ് വയനാട്. അതിനേക്കാൾ ഏറ്റവും നിങ്ങൾക്ക് അടുത്ത പ്രദേശമാണ് വിലങ്ങാട്. ഈ രണ്ട് സ്ഥലങ്ങളിലുണ്ടായ ദുരന്തങ്ങളും നിങ്ങൾ മനസ്സിലാക്കി കാണും. ഞാനും SP-യും മറ്റു പലരും അവിടെയൊക്കെ പോയി അത് കണ്ടതാണ്. മരണം കൂടുതൽ നടന്നു വയനാട് ഭാഗത്ത്. വിലങ്ങാട് ഒരാൾ മാത്രമേ മരിച്ചിട്ടുള്ളൂവെങ്കിലും ഏതാണ്ട് 4 കിലോമീറ്ററോളം പരന്നു കിടക്കുന്ന പ്രദേശം ഇനി വാസയോഗ്യമല്ല, കൃഷിയോഗ്യമല്ല, അങ്ങനെ കിടക്കുന്ന ഒരവസ്ഥയിലാണ്. സൂറത്ത് മുൽക്കിലും സൂറത്ത് തബാറക്കയിലും ചില സൂക്തങ്ങളുടെ പരിഭാഷ വായിക്കുന്ന കൂട്ടത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. ബഹുമാനപ്പെട്ട നാസർ ഫൈസി ഉണ്ട്, അതിൻ്റെ വശങ്ങളൊക്കെ അദ്ദേഹം പറയും. ആ ഒരു പരുവം അതിൽ പറഞ്ഞ മുന്നറിയിപ്പ് നൽകിയ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞതാണ്. ഈ ഭൂമി പിളർന്നു വരുന്നതിനെക്കുറിച്ച്, അത് അപ്പാടെ മറിച്ചിടുന്നതിനെ സംബന്ധിച്ച്, അതിനുശേഷം ആളുകൾ അവിടെ ചെന്നിട്ട് ഇവിടെ ഇങ്ങനൊരു പ്രദേശമുണ്ടായിരുന്നോ, ഒരു നഗരമുണ്ടായിരുന്നോ, വാസയോഗ്യമായിരുന്നോ, ജനങ്ങളുണ്ടായിരുന്നോ, വീടുകളുണ്ടായിരുന്നോ എന്നൊന്നും അറിയപ്പെടാത്ത രൂപത്തിൽ പ്രതലമായി കിടക്കുന്ന ഒരു പ്രദേശത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ആ സൂക്തങ്ങളിൽ. മനുഷ്യനോട് ചോദിക്കുകയാണ്, നമ്മുടെ ഇതൊന്നും അള്ളാഹ്ക്ക് കഴിയാത്ത കാര്യമാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അതിലെ പരാമർശം. അത് നമ്മൾ കാണുകയാണ് അവിടെ ചെയ്തത്. അത്തരം അതിസങ്കീർണമായ പ്രയാസമേറിയ കാഴ്ചകളാണ് കണ്ടത്. മൃതദേഹങ്ങൾ 200 കിട്ടി 300 കിട്ടി എന്ന് പറയുന്നു. ആ കിട്ടിയ മൃതദേഹങ്ങളിൽ മഹാഭൂരിപക്ഷവും മുഴുവനുണ്ടായിരുന്നില്ല. 2 കൈ, 2 കാല്, അല്ലെങ്കിൽ തല, അല്ലെങ്കിൽ ഉടൽ, ഇങ്ങനെ ഛിന്ന ഭിന്നമായി ഞങ്ങളത് കണ്ട് സത്യത്തിൽ വല്ലാതെ മനസ്സ് പ്രയാസപ്പെട്ടു. ഫ്രീസറിൽ വെച്ചിരിക്കുന്ന മയ്യത്ത് കാണാനാണ് ഞങ്ങൾ പോയത്. മയ്യത്ത് സന്ദർശിക്കാൻ വേണ്ടി നമ്മൾ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ സാധാരണ മയ്യത്ത് കിടക്കുന്നത് പോലുള്ള ഒരു ബോഡിയല്ലേ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ആ ഫ്രീസറിൽ മുഴുവൻ കഷ്ണങ്ങളായി പൊതിഞ്ഞു വെച്ച മനുഷ്യൻ്റെ ജഡങ്ങളായി. അത്രമാത്രം രൂക്ഷമായിരുന്നു.
ഫറസ്തക്ക് പാടിയതുപോലെ ഹുവല്ലദീ താരിഫുൽ ബത്ഹാ വത്ഹതഹു എന്ന് പാടിയതുപോലെ എന്നെ ഇവിടുത്തെ മണൽത്തരികൾക്കും ഓരോ കാൽപാദങ്ങൾക്കും കാമിച്ചേരിയിലെ ജനങ്ങൾക്കും അറിയാവുന്നത് കൊണ്ട് ഞാൻ പ്രസംഗിക്കൂല. ഞാൻ വന്നപ്പോൾ തന്നെ ഒരു സഹോദരി പറഞ്ഞത് കുഞ്ഞാമീൻ്റെ കഥ പറയുന്നു വന്നിട്ടുണ്ട്. ഇനി ഞാൻ കുഞ്ഞാമീൻ്റെ കഥ പറയൂല, ഖമറുന്നിസയുടെ കഥയാണ് പറയുക. എനിക്ക് തിരിഞ്ഞോന്ന് എനിക്ക് അറിഞ്ഞതാണ്. ദുഃഖസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. ഒന്ന്, മഹാനായ തങ്ങളുടെ വേർപാട് നമ്മൾ ഓർക്കുകയാണ്. അതുപോലെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കില്ല എന്ന് ആളുകൾ കരുതുന്നത് പോലെ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചുപോയ, കണ്ണെന്ന് ചാലുകൾ ഇങ്ങനെ ഒഴുക്കി ആളുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വയനാട് ദുരന്തത്തിൻ്റെയും പശ്ചാത്തലത്തിലാണ് നമ്മളിവിടെ കൂടുന്നത്. ഞാൻ അധികമൊന്നും പറയില്ല. സൂറത്ത് യൂനുസിൽ പടച്ച തമ്പുരാൻ നമ്മളോട് പറയുന്ന ഒരു വരിയുണ്ട്. കഅല്ലം തഅന ബിൽ അംസി കദാലിക നുഫസ്സിലുൽ ആയാതി ലിഖൗമിൻ യതഫക്കറൂൻ. ഇന്നലെ അങ്ങനെ ഒന്നില്ലാത്തതുപോലെ, ചൂരൽമല എന്ന് പറയുന്ന പ്രദേശം ഇന്നലെ ഇല്ലാത്തതുപോലെ, തൊട്ടടുത്തൊരു ഗ്രാമം ഇന്നലെ ഇല്ലാത്തതുപോലെ പടച്ച തമ്പുരാനാക്കി മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ആക്കുന്നത് കദാലിക നുഫസ്സിലുൽ ആയാതി ലിഖൗമിൻ യതഫക്കറൂൻ. ചിന്തിക്കുന്ന ജനതയ്ക്ക് ദൃഷ്ടാന്തമായി പടച്ച തമ്പുരാൻ അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ നടത്തുകയാണ്. ആ പരീക്ഷണം ഇങ്ങനെ കണ്ടിട്ടും പണ്ഡികശാല പറഞ്ഞതുപോലെ നമ്മളിപ്പോഴും ഇങ്ങനെ ചിരിച്ചും കളിച്ചുമിരിക്കുകയാണ്. ഈ പരീക്ഷണങ്ങൾ അത്രയും പടച്ച തമ്പുരാന്റെ കടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം. മറ്റൊന്ന് സൂറത്ത് ഇസ്രായിൽ അല്ലാഹു പറയുന്നുണ്ട്, വൈദാ അറദിനാ അൻ തുഹ്ലിക ഖറയതൻ അമറിനാ മുത്തറഫിഹാ ഫഫസഖൂ ഫിഹാ ഫഹഖ അലൈഹിൽ ഖൗലു ഫദമ്മർനാ തദ്മീറ. ഒരു നാടിനെ നശിപ്പിക്കാൻ പടച്ച തമ്പുരാൻ ഉദ്ദേശിച്ചാൽ അവിടെ ഏറ്റവും വലിയ സുഖലോലുപരായ ഭരണാധികാരികളെ അന്തയാക്കും. എന്നിട്ട് അവർ ആ സുഖത്തിൽ മതിമറന്ന് ആറാടിക്കൊണ്ടിരിക്കും. അത്തരമൊരു ഘട്ടത്തിൽ അവരിങ്ങനെ ആറാടിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഒരു വർത്തമാനം നിർബന്ധിതമാകുന്ന ഒരു ഘട്ടം വരും. ആ ഘട്ടത്തിൽ എല്ലാം തക്കിട്ടുപൊടിയാക്കി അല്ലാഹു മാറ്റിത്തരും എന്ന് വിശുദ്ധ ഖുർആൻ താക്കീത് നൽകുന്നുണ്ട്. എല്ലാം ഈ പ്രദേശത്തെ നോക്കി വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ നമുക്ക് അനുഭവപ്പെടുകയാണ്. ആരാണ് സുഖലോലുപനായ ഭരണാധികാരി എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ തിരിച്ചെടുത്താൽ മതി. ആ അർത്ഥത്തിൽ നമ്മുടെ നാട് വല്ലാത്ത പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അവരെ സഹായിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. ആ ബാധ്യത നിർവഹണത്തിന് വേണ്ടിയാണ് ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങൾ ദുരന്ത ഭൂമിയിലേക്ക് നിങ്ങൾ പരമാവധി സഹായിക്കണം എന്ന് പറഞ്ഞത്. എല്ലാവരോടും ഞാൻ പറയട്ടെ, നമ്മൾ കയ്യാൽ എന്താണോ നമ്മൾ ഉദ്ദേശിച്ചത് അത് പരമാവധി എത്ര കൊടുത്താലും അധികമാവില്ല. 50 കോടി കൊടുത്തു ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ 50 കോടി കൊടുത്തപ്പോ നമുക്കത് കൊടുക്കാനാവില്ല. എന്നാൽ അല്ല, ഞാൻ പറയുന്നത് യൂസുഫ് അലിയുടെ പുതിയാപ്പിള ഡോക്ടർ ഷമീർ 50 കോടി എന്നോട് തെറ്റിപ്പോയതല്ല. സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞപ്പോ 50 ലക്ഷം കൊടുത്ത ഒരു ബാവയുണ്ട്. ബാബ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വേറെയാന്ന് വിചാരിക്കണ്ട. അബ്ദുൽ ഹമീദ് എന്ന അയാളുടെ പേര് എനിക്ക് നേരിട്ട് അറിയാവുന്ന കക്ഷിയാണ്. ദുബായിലെ കച്ചവടക്കാരനാണ്. അയാളെ മകളെ കെട്ടിക്കുന്നത് ഓർക്കാട്ടേരിയിലാണ്. ഞാൻ ആ പുതിയാപ്പിളക്ക് അന്വേഷിച്ച് പോയവനാണ്. അതുകൊണ്ട് എനിക്ക് അയാളെ നന്നായിട്ട് അറിയാം. അപ്പൊ ഞാൻ പറയുന്നത് എല്ലാവരും കൈയയച്ച് സഹായിക്കണം. ആയഞ്ചേരി പഞ്ചായത്ത് ഈ കാര്യത്തിൽ ഒരു മാതൃകയാവണം. ഞാൻ പറയാ, സ്ത്രീകൾ ഉൾപ്പെടെ, വനിതാ ലീഗിന്റെ പ്രസിഡന്റ് ഇവിടെയുണ്ട്, സ്ത്രീകൾ ഉൾപ്പെടെ നിങ്ങളുടെ അടുത്ത് കാശില്ലെങ്കിൽ നിങ്ങൾ വയത് പറയുമ്പോൾ കൊടുക്കുന്ന ഒരു സംഗതിയില്ലേ,
പൊന്നിന്ന് ഞാൻ പറയട്ടെ, ഞാൻ വയത് പറയല്ല. ഞാൻ ഇന്നലെ ഈ സംഭവം പറഞ്ഞ് ഒരു വീട്ടിലൂടെ കയറിയപ്പോൾ ഒരു സ്ത്രീ 500 ഉറുപ്പിക എടുത്ത് തന്ന് ഒരു മോതിരം എൻ്റെ അടുത്ത് തന്നു. എൻ്റെ കയ്യിലിപ്പോൾ ആ മോതിരം ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വിറ്റാ കിട്ടുന്ന കാശ് എത്രയാണോ അത് ഇതിലേക്ക് അയക്കാൻ വേണ്ടി ആ ഒരു സ്ത്രീ ഇന്നലെ എൻ്റെ കയ്യിലേൽപ്പിച്ചത്. ഞാൻ പറയുന്ന ഇതുപോലെ എന്താണോ കഴിയുന്നത് അത് ചെയ്തു കൊടുത്ത് അവരെ സഹായിക്കാൻ നിങ്ങൾ സന്നദ്ധരാവണം. ബഹുമാനപ്പെട്ട തങ്ങളെക്കുറിച്ച് ഏറ്റവും നന്നായി പറയാൻ അർഹതയുള്ള ബഹുമാനപ്പെട്ട നാസർ ഫൈസി ഇവിടെയുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. +2 പരീക്ഷയിൽ 5+ഓടുകൂടി വിജയം കരസ്ഥമാക്കിയ അനൂന ഫാത്തിമ. അടുത്തതായി SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയവരാണ്. ആദ്യമായി മുഹമ്മദ് സിനാഫ്. മുഹമ്മദ് ദിൽഷാദ്. അടുത്തതായി +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരാണ് മുഹമ്മദ് അമീൻ, ഹമദ് മഹമൂദ്, മുഹമ്മദ് എം, മുഹമ്മദ് ഹിഷാൽ, മുഹമ്മദ് ഫറാസ്, ഹരിനന്ദ്, ശ്രീകൃഷ്ണദാസ്, സെന ഫാത്തിമ, നാജിയ ഫാത്തിമ, റൂസ ഫേദ, ദേവപ്രിയ, അമയ, സുഫൈൽ ഇസ്മായിൽ, ആദിഷ്. വിളിച്ച ആൾക്കാരൊന്ന് പെട്ടെന്ന് വരണം. വിളിച്ചവർ എത്രയും പെട്ടെന്ന് സ്റ്റേജിലേക്ക് കടന്നു വരേണ്ടതാണ്. അടുത്തതായി നടക്കുന്നത് SSLC പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ചവരാണ്. പേര് വിളിക്കുന്നത് പ്രകാരം അവർ സ്റ്റേജിലേക്ക് വരേണ്ടതാണ്. ഉമർ മുഖ്താർ, മുഹമ്മദ് ആസിഫ്, മുഹമ്മദ് സഹൽ, മുഹമ്മദ് മിദിലാജ്, മുഹമ്മദ് ആസിഫ്, മുഹമ്മദ് സഹൽ, മുഹമ്മദ് മിദിലാജ്, മുഹമ്മദ് ഹാസിം, മുഹമ്മദ് അജിലാൻ, നജീബ ഫാത്തിമ, ശ്രീകൃഷ്ണ പ്രിയ, സഫ ഫാത്തിമ, നജ ഫാത്തിമ, കാശിനാഥൻ, നിവേദ് കൃഷ്ണ PK, നാജിയ ഫാത്തിമ. പേര് വിളിച്ചവർ എത്രയും പെട്ടെന്ന് സ്റ്റേജിലേക്ക് വരേണ്ടതാണ്. അടുത്തതായി അവരെ കൊടുക്കണ്ട, അതും കൂടി കൊടുത്തു കഴിഞ്ഞോട്ടെ. നാസർ ഫൈസ്. അടുത്തതായി ഉപഹാരങ്ങൾ നൽകുന്നത് നാസർ ഫൈസി കൂടത്തായി. അദ്ദേഹത്തെ ബഹുമാനപുരസ്സരം ക്ഷണിക്കണം. അടുത്തതായി ഉപഹാരം നൽകുന്നത് ഡോക്ടർ ഇസ്മായിലാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
ഈ റിലീഫ് സെൻറ്റർ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ആ തുടങ്ങിയ കാലം മുതൽ നമ്മൾ സൗജന്യമായി ഒരു ഡോക്ടർ, നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ഇസ്മായിൽ അവിടെ വരികയും തീർത്തും സൗജന്യമായി രോഗികളെ പരിശോധിക്കുകയും ചെയ്യുന്ന ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെ ഒരു പതിവുണ്ടായിരുന്നു. കൊറോണ വന്നു, അതിനുശേഷം മറ്റ് ചില പ്രതിബന്ധങ്ങളൊക്കെ വന്ന് അത് നിലച്ചിരുന്നു. അത് ഈ അടുത്ത വെള്ളിയാഴ്ച വീണ്ടും ആരംഭിക്കുകയാണ്. അത് മാത്രവുമല്ല, അദ്ദേഹം കൊടുക്കുന്ന മരുന്ന്, ആ സ്ലിപ്പ്, അദ്ദേഹം എഴുതുന്ന ആ മരുന്ന് ഷീട്ടുമായി ഞങ്ങൾ പറയുന്ന മെഡിക്കൽ ഷോപ്പിൽ പോയാൽ അതിൻ്റെ 50% ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ടുള്ള മരുന്ന് നിങ്ങൾക്ക് കിട്ടും. അത് നൽകുന്നത്, ആ ഡിസ്കൗണ്ടിൻ്റെ ക്യാഷ് നൽകുന്നത് നമുക്കറിയാം, നമ്മുടെ പ്രദേശത്തു നിന്ന് നമ്മെ എല്ലാവരെയും പ്രയാസപ്പെടുത്തി നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ ഐസാം, ഇഹ്സാൻ എന്ന് പറയുന്ന കുരുട്ടി മൊയ്തു ഹാജിയുടെ പുത്രന്മാർ, അല്ലാഹു തആല അവരുടെ കബറിടം സ്വർഗ്ഗ പൂങ്കാവനമാക്കി മാറ്റിക്കൊടുക്കുമാറാകട്ടെ. ആ കുടുംബത്തിന് അല്ലാഹു തആല ആ കുട്ടികൾ നാളെ സ്വർഗത്തിൽ മാടി വിളിക്കാൻ കാത്തു നിൽക്കുന്ന മക്കളായി ആ മക്കൾ അല്ലാഹു മാറ്റുമാറാകട്ടെ. അവരുടെ മൊയ്തു ഹാജിയുടെ ഈ സദഖ അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ ആ നിലയിൽ ഉള്ള ഒരു പ്രവർത്തനവും, അതുകൂടാതെ ഒട്ടനവധി പദ്ധതികൾ ഞങ്ങൾ ഈ റിലീഫ് സെൻറ്റർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അത് തുടർന്നു കൊണ്ടുപോവുകയും പുതിയ ചില പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ ഇവിടെ സമയം അനുവദിക്കാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. ഈ ഡോക്ടറുടെ സേവനവും, അതുപോലെ അവിടെ നമ്മൾ ഇവിടെ വീൽ ചെയറുകൾ, മറ്റ് ഉപകരണങ്ങളുമൊക്കെ കൊടുക്കുന്നുണ്ട്. അതിന് ഒരു സബ് കമ്മിറ്റി, അത് റഷീദ് മാസ്റ്റർ മുറിച്ചാണ്ടിയാണ് ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് ആളുകളെ അതിൻ്റെ ചീഫ് കോർഡിനേറ്ററായിട്ട് റഷീദ് മാസ്റ്റർ മുറിച്ചാണ്ടി, കോർഡിനേറ്റർ യഹിയ മുറിച്ചാണ്ടി, അംഗങ്ങൾ കായക്കണ്ടി അബ്ദുൽ ഹാജി, കിഴക്കയിൽ മൊയ്തു, ചാലിപ്പറമ്പത്ത് ഹമീദ്, പെരുവച്ചേരി കബീർ, മണലേരി കുഞ്ഞബ്ദുള്ള ഹാജി, വനിതാ വിങ്ങിൽ നിന്ന് റംല ടീച്ചർ, റാബിയ ഹമീദ്, ഷമീമ ഹാരിസ്. ഈ ആളുകൾ അവരുടെ ഡ്യൂട്ടി കൃത്യമായി നിർവഹിക്കണം. ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങളെ നമ്മൾക്ക് അനുസ്മരിക്കുകയാണ്. ശിഹാബ് തങ്ങളുടെ പേരിലുള്ള ഈ നാടിന് അനുഗ്രഹീതമായി തീർന്ന ഒരു സംഘടന, മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ശിഹാബ് തങ്ങൾ റിലീഫ് സെൻറ്റർ. തങ്ങളുടെ പേരിൽ ഇങ്ങനെ നാട്ടുകാർക്ക് ഒരു സേവനം ചെയ്യാൻ, പ്രത്യേകിച്ച് പാവങ്ങളെ സംരക്ഷിക്കാൻ ഒരു സെൻറ്റർ രൂപീകരിച്ച് പ്രവർത്തിക്കുകയും തിരക്കിട്ട ജീവിതത്തിൻ്റെ ഇടയിൽ അതിന് സമയം കണ്ടെത്തുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട ഇബ്രാഹിം സാഹിബും പ്രിയപ്പെട്ട ഹാരിസ് സാഹിബും ഉൾപ്പെടെയുള്ള നമ്മുടെ നേതാക്കൾ, നമ്മളൊക്കെ ദുബൈയിൽ ചെന്നാൽ പ്രധാനമായി ആശ്രയിക്കുന്നവരാണ് പ്രിയപ്പെട്ട ഇബ്രാഹിം സാഹിബും അതുപോലെ തന്നെ മറ്റു പലരും. സ്വന്തം നാട്ടിൽ ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ ഇങ്ങനെ സെൻറ്റർ തന്നെ പ്രവർത്തിച്ച് അതിൻ്റെ നായകത്വ സ്ഥാനത്ത് നിൽക്കുന്നത് എന്തുകൊണ്ടും അനുഗ്രഹീതമാണ്. ആ രണ്ട് സഹോദരന്മാർ, പ്രത്യേകിച്ച് ഇബ്രാഹിം സാഹിബ്, പ്രിയപ്പെട്ട നമ്മുടെ ഹാരിസ് സാഹിബ്, അവരുടെ സ്വാധീനങ്ങൾ ഉപയോഗപ്പെടുത്തി നാടിന് വേണ്ടി ആകാവുന്നതൊക്കെ ചെയ്യുക എന്നത് അത് വലിയൊരു അനുഗ്രഹമാണ്. അള്ളാഹു അവരുടെ ബിസിനസ്സിലും അവരുടെ കുടുംബത്തിലും അവരുടെ ആരോഗ്യത്തിലും അവരുടെ ഏർപ്പാടുകളിലും ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ മഹാനായ തങ്ങൾ അനുസ്മരിക്കുമ്പോൾ 15 കൊല്ലം പൂർത്തിയായി തങ്ങൾ നമ്മോട് പിരിഞ്ഞു പോയിട്ട്. 1.5 പതിറ്റാണ്ട് മുമ്പ് പിരിഞ്ഞുപോയ മഹാനായ തങ്ങളെ അനുസ്മരിക്കാൻ ഇത്തവണ നമ്മൾ കണ്ണീരിൻ്റെ കയത്തിൽപ്പെട്ട സമയത്താണ്. ദുഃഖസാന്ദ്രമായ വലിയ ആർദ്രതയുടെ ഒരു നാളുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നേരത്തെ പ്രിയപ്പെട്ട നമ്മുടെ നേതാക്കളൊക്കെ പ്രസംഗിച്ചതുപോലെ ഇന്നലെ അങ്ങനെ ഒന്ന് നാടുണ്ടായിരുന്നില്ല എന്ന് തോന്നത്തക്ക വിധത്തിൽ ഒരു പ്രദേശം, ഒരു ഗ്രാമമല്ല 2 ഗ്രാമം തുടച്ചു നീക്കപ്പെട്ടു. അത്രമേൽ വലിയൊരു ദുരന്തത്തിലാണ് നമ്മളുള്ളത്. പടച്ച റബ്ബ് ഇനിയൊരു ദുരന്തത്തെ തൊട്ട് വയനാടിനെയും നമ്മുടെ നാടിനെയും കാത്തു രക്ഷിക്കട്ടെ.
മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ നമ്മളൊക്കെ ഓർക്കുമ്പോൾ നമ്മുടെ നാടിൻ്റെ മാത്രമല്ല, നമ്മുടെ കേരളത്തിൻ്റെ മാത്രമല്ല, ലോകത്തിൻ്റെ തന്നെ നഷ്ടമായി നമ്മൾ കാണുന്നുണ്ട്. മഹാനായ ശിഹാബ് തങ്ങൾ മരണപ്പെട്ടതിൻ്റെ 3-ാം ദിവസം, തങ്ങളുടെ വിയോഗത്തിൻ്റെ ശേഷം 3-ാം ദിവസം ഞാൻ ട്രെയിൻ യാത്ര നടത്തുമ്പോൾ എൻ്റെ സീറ്റിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു കന്യാസ്ത്രീ ഇരിക്കുന്നു. ആ സിസ്റ്റർ അന്നത്തെ പത്രത്തിൽ, മലയാള മനോരമയുടെ പത്രമാണ്, പത്രത്തിൻ്റെ ഒരു വലിയ പേജിലെ ലേഖനത്തിൽ ഇങ്ങനെ നോക്കി നിന്ന് അവർ വായിച്ചു കൊണ്ടിരിക്കെ അവരറിയാതെ കണ്ണെന്ന് കണ്ണീരുറ്റി വീണു. പെട്ടെന്ന് കണ്ണീർ തുള്ളി പേജിൽ വീണപ്പോൾ പരിസരം അവർക്കൊരു ബോധ്യം വന്നു. ആരോ കണ്ടോ എന്ന ഒരു ജാള്യത അവർക്ക് തോന്നുന്ന പോലെ പെട്ടെന്ന് തുവാലെടുത്ത് പേപ്പർ തുടച്ച് കണ്ണുനീർ തുടച്ചു. അപ്പം ഞാൻ ആ പത്രത്തിലേക്ക് നോക്കി, എന്താണ് ഇപ്പോൾ കരയാൻ മാത്രം ഈ പുസ്തകത്തിൽ, ഈ പേജിൽ, ഈ പത്രത്തിലുള്ളത് നോക്കുമ്പോൾ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ സംബന്ധിച്ച് ഒരു പേജ് ഫുൾ ഉടനീളമുള്ള ലേഖനമാണ്. അത് വായിച്ച് അവർ കരയാണ്. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ ലേഖനം വായിച്ചിട്ട് കരഞ്ഞത്? ആ സമയത്ത് ആ കന്യാസ്ത്രീ പറഞ്ഞു, ഞാൻ കരയാനുള്ള കാരണം, ഞാൻ ശിഹാബ് തങ്ങളെ സംബന്ധിച്ച് കൊണ്ടിങ്ങനെ വായിച്ചപ്പോൾ ഇത്രയും നല്ല കാരുണ്യമുള്ള ഒരു മനുഷ്യൻ, ജനങ്ങൾക്ക് പ്രത്യേകിച്ച് പാവങ്ങൾക്ക് സേവനം ചെയ്തു കൊടുക്കുന്ന ഒരു മഹാനായ നേതാവ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ലേ. ഞാൻ അതുപോലെ മറ്റൊരാളെ പഠിച്ചത് മദർ തെരേസയാണ്. ക്രൈസ്തവതയുടെ സ്വർഗസ്ഥയായി എന്ന് വിശ്വസിക്കപ്പെടുന്ന, സ്വർഗത്തിലേക്ക് അവരോധിക്കപ്പെട്ടു എന്നവർ വാഴ്ത്തപ്പെടുന്ന കൽക്കട്ടയിലെ മദർ തെരേസ കുഷ്ഠരോഗികളെ സ്വന്തം കൈകൊണ്ട് അവിടെ വ്രണങ്ങളെ തുടച്ചു നീക്കി ചികിത്സിച്ച് തെരുവിൽ നിന്നുകൊണ്ട് രോഗികളെ ഏറ്റെടുത്ത മദർ തെരേസ. ആ മദർ തെരേസയെ സംബന്ധിച്ചുകൊണ്ട് കന്യാസ്ത്രീ പറയുന്നത്, ഞാൻ മദർ തെരേസയാണ് എൻ്റെ ജീവിത കാലഘട്ടത്തിൽ അങ്ങനത്തെ ഒരാളെ കണ്ടിരുന്നത്. പക്ഷേ അത് കൽക്കട്ടയിലാണ്, പശ്ചിമ ബംഗാളിലാണ്. അതുകൊണ്ട് എനിക്ക് മദർ തെരേസയെ കാണാൻ കഴിയാത്ത ദുഃഖമില്ല. പക്ഷെ മദർ തെരേസയേക്കാൾ വലിയൊരു ജീവാത്മാവ്, ഒരു കാരുണ്യവാനായ മഹാനായ പാണക്കാട്ട് തങ്ങൾ ഈ കേരളത്തിൻ്റെ മണ്ണിൽ ജീവിച്ചിരുന്നിട്ട് എനിക്കൊരു ദിവസമെങ്കിലും അദ്ദേഹത്തെ കണ്ണ് നിറയെ കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്തിട്ടാണ് ഞാൻ കരയുന്നത്. ഇത്രയും നല്ലൊരു മനുഷ്യൻ ഈ മലപ്പുറത്ത് ജീവിച്ചു പോയിട്ട് എനിക്കൊന്ന് പോയി കാണാമായിരുന്നല്ലോ. ഈ ലേഖനം ഒരാഴ്ച മുമ്പ് പ്രസിദ്ധീകരിച്ചിരുന്നെങ്കിൽ ഞാൻ അപ്പം പോകുമായിരുന്നു തങ്ങളുടെ വീട്ടിൽ. ഞാൻ തങ്ങളെ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായി കണ്ടു, കേരള മുസ്ലിം ലീഗിന്റെ ആത്മീയ നേതാവായി കണ്ടു, മതേതരത്വത്തിന്റെ കാവലാളായി കണ്ടു. പക്ഷേ ഇത്രയും വലിയൊരു ജീവിതത്തിന്റെ പാവങ്ങളെ ദത്തെടുക്കുന്ന, പാവങ്ങളെ സംരക്ഷിക്കുന്ന കാരുണ്യവാനാണ് എന്നത് മഹാനായ ശിഹാബ് തങ്ങളെ ഞാൻ അറിഞ്ഞത് ഇപ്പോഴാണ്. അതുകൊണ്ട് ഞാൻ കരയുന്നത് എനിക്ക് ജീവിതത്തിൽ കാണാൻ പറ്റിയില്ലല്ലോ എന്നോർത്തിട്ടാണ്. മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ സംബന്ധിച്ച് ഒരു കന്യാസ്ത്രീയല്ല, അനേകായിരം മനുഷ്യർ പറയുന്ന വർത്തമാനമാണ്. നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പ്രിയപ്പെട്ട ബാസിദ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആഗോള വ്യാപകമായി അറബികളും അതുപോലെ തന്നെ യൂറോപ്യൻസും മറ്റു പല കൺട്രികളിലുള്ള പലരും ശിഹാബ് തങ്ങളുടെ വിയോഗത്തിന്റെ ശേഷം തങ്ങളുമായുള്ള ബന്ധം നമ്മോട് പറഞ്ഞു തരുമ്പോൾ ഇത്രയും വലിയ ഒരു ലോകത്തടിച്ചു വീശിയ കുളിർക്കാറ്റായിരുന്നു മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്ന് നമ്മൾ അറിഞ്ഞത്. മഹാനായ ശിഹാബ് തങ്ങളെ സംബന്ധിച്ച് ഒരിക്കൽ ഒരു രാഷ്ട്രീയ നേതാവ് പ്രസംഗിച്ചത്, ശിഹാബ് തങ്ങളെ പറ്റി ഇപ്പോൾ ഏത് ആൾ പ്രസംഗിക്കുമ്പോഴും രാഷ്ട്രീയപരമായി മുസ്ലിം ലീഗിനോട് ഒരുപാട് അകൽച്ചയുള്ള, ശത്രുത പോലുമുള്ള CPM-കാരനാണെങ്കിലും BJP-കാരനാണെങ്കിലും പ്രസംഗിക്കുമ്പോൾ അവരൊക്കെ പറയും തങ്ങളെ പറ്റിയുള്ള ആദ്യ വാക്ക്, തങ്ങളില്ലായിരുന്നുവെങ്കിൽ ബാബരി മസ്ജിദ് പൊളിച്ചപ്പോൾ കേരളം കത്തുമായിരുന്നു എന്നാണ്.
ബാബരി മസ്ജിദ് പൊളിച്ചപ്പോൾ കേരളത്തിലെ ഒരു ക്ഷേത്രത്തിന്റെ ഓട് പോലും എടുത്തു മാറ്റാതെ മുസ്ലിം സമൂഹത്തെ സംരക്ഷിക്കുക വഴി കേരളത്തിന്റെ മതേതരത്വത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും കാവലാളാവാൻ ശിഹാബ് തങ്ങൾ സാധിച്ചു എന്ന് പാണക്കാട് തങ്ങളെ സംബന്ധിച്ച് പാണക്കാട് തങ്ങളുടെ രാഷ്ട്രീയ പ്രതിയോഗികൾ പോലും ആദ്യം പ്രസന്റ് ചെയ്യുന്ന വർത്തമാനം അങ്ങനെയാണ്. കൂട്ടത്തിൽ ഒരിക്കൽ ശ്രീധരൻപിള്ള പ്രസംഗിച്ചു തിരൂരിലെ SKSSFന്റെ ഒരു അനുസ്മരണ സമ്മേളനത്തിൽ. ഞാൻ പറഞ്ഞു, ശിഹാബ് തങ്ങൾ തികഞ്ഞ ഒരു മതവാദിയാണ്. പക്ഷേ മതരാഷ്ട്രവാദമുള്ള മൗദൂദിയൻ ചിന്ത തങ്ങൾക്കുണ്ടായിരുന്നില്ല. എന്നാൽ ശിഹാബ് തങ്ങൾ തനിച്ചൊരു മതേതരവാദിയാണ്. എന്നാൽ മതമില്ലാത്ത ബേനസീർ ഭൂട്ടോയുടെ മതേതരവാദവും തങ്ങൾക്കില്ല. ഈ വാക്ക് വല്ലാത്തൊരു വാക്കാണ്. നമ്പർ 1 മതവാദിയാണ് തങ്ങൾ, പക്ഷേ മതാന്തനല്ല. നമ്പർ 1 മതേതരവാദിയാണ് തങ്ങൾ, പക്ഷേ മതവിരോധിയല്ല. ചിലർക്ക് മതേതരത്വം തെളിയിക്കാനുള്ള പാടുപെടലാണ് ഇന്ന് ചാനലിൽ കയറിയാൽ. ചില മുസ്ലിം പേരുള്ള സാഹിത്യകാരന്മാർ, ചില സാംസ്കാരിക നായകന്മാർ, അവർക്ക് ഞങ്ങൾ മതേതരനാണെന്ന് തെളിയിക്കാനുള്ള വല്ലാത്ത പാടുപെടലിൽ മതത്തെ തള്ളിപ്പറയലാണ്. ദീനിനെ തള്ളിപ്പറഞ്ഞാൽ മതേതരവാദിയായി എന്നാണ് ചിലരുടെ ധാരണ. കെട്ടിയ പെണ്ണ് തന്നെ പിന്നെയും കെട്ടുക, അതാണ് ചിലരുടെ മതേതരത്വം. കല്യാണം കഴിച്ച ആളാണ്, എന്നാ പിന്നെയും രണ്ടാമത് പിന്നെയും കെട്ടുക, എന്നിട്ട് അത് സോഷ്യൽ മീഡിയയിൽ വൈറലാക്കുക. അത് ശരീഅത്തിനെ തള്ളലാണ്, ശരീഅത്തിനെ പുച്ഛിച്ചു തള്ളലാണ്. എന്നാൽ എന്തായി? മതേതരവാദിയായി. ഇസ്ലാമിക ശരീഅത്തിനെയും വിശുദ്ധ ഖുർആന്റെയും ശറഈയായ കാഴ്ചപ്പാടുകളെ പുറങ്കാല് കൊണ്ട് തട്ടലാണ് മതേതരവാദിയാവാൻ എന്ന ധാരണയാണ് ചില മത പേര് സ്വീകരിച്ച മുസ്ലിം നാമധാരികളായ മതേതരത്വവാദികൾ എന്ന് പറഞ്ഞു നടക്കുന്ന ചിലർക്കുള്ളത്. അവരുടെ മുമ്പിൽ വേറിട്ടൊരു കാഴ്ചപ്പാട് ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തി സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പൂർണ്ണ മതവിശ്വാസിയായി പൂർണ്ണ മതേതരത്വത്തെ കാണിച്ചു. പ്രിയപ്പെട്ട തങ്ങൾ, ഈ മഹത്തായ ചടങ്ങ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ചടങ്ങിന് നന്ദി അറിയിച്ചുകൊണ്ട് CP അമീദ് മാസ്റ്റർ തങ്ങളോട് സംസാരിച്ചു. നമ്മുടെയൊക്കെ മനസ്സിനെ വല്ലാതെ എവിടെ എത്തിച്ച ഒരു പ്രസംഗത്തിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. നാസർ ഫൈസിയുടെ ആ മഹത്തായ പ്രഭാഷണം നമ്മളെല്ലാവരെയും കോരിത്തരിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ടവർക്ക് ഞാൻ ഒരു മുഖവരിയില്ലാതെ തന്നെ ആദ്യം തന്നെ ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടി പ്രാർത്ഥന നടത്തിയ ചെറുക്കൽ ഹമീദ് മുസ്ലിയാർ, അധ്യക്ഷൻ ഹരിസ് മുർച്ചാണ്ടി, ഉദ്ഘാടകൻ ഉമർ പാണ്ഡികശാല, പദ്ധതി വിശദീകരണം ഇബ്രാഹിം മുർച്ചാണ്ടി, വാസിത്ത് അസിറ്റ് നൊച്ചാട് കുഞ്ഞബ്ദുള്ള, അതുപോലെ തന്നെ വാർഡ് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറിമാർ നാമൂദാജി, കുഞ്ഞിക്കണ്ടി, ഇസ്മായിൽ, എല്ലാവരും പോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട്